ഓ, ഇവനാണോ ദേവാനന്ദ്? ഇവന്റെ കാര്യത്തിലാണോ നീ തളയ്ക്കുന്നത്? അതേടോ ആണ്. തനിക്കെന്തായിരുന്നു? കൈ എടുക്കടോ. ഡാ ചേറ്റെ, നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു അവളുടെ കൈ വിടായി. അങ്ങനെ അയാള് ഭദ്രയുടെ കൈ വിടുന്നു. ഡോ, ഇനി മേല എൻ്റെ പെണ്ണിൻ്റെ പുറകെ നടന്നാലാ പിന്നെ തനിക്ക് 2 കാല് കാണത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഭദ്ര വാ. എന്താ? ഒന്നുമില്ല. അല്ല, അവിടെ വെച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. അപ്പേന് ഇഷ്ടമാണല്ലേ കൊച്ചിക്കള്ളി? എനിക്കോ? ഇല്ല, എപ്പോഴോ കഴിഞ്ഞിട്ട്. ഓക്കെ. അല്ലേ പിന്നെ ഇതിന് അങ്ങനെ പറഞ്ഞത്? അത് എനിക്കത് സാഹചര്യമായിപ്പോയി, അതുകൊണ്ട്. സാഹചര്യം നിനക്ക് വല്ലാണ്ട് സാഹചര്യം കൂടി വരുന്നുണ്ട് കേട്ടോടി ഭദ്രകാളി. അയ്യോ, മഴ പെയ്യുന്നു. ഇങ്ങോട്ട് കയറി നിൽക്ക്, മഴ നനയും. ഇല്ലടി, കുഴപ്പമില്ല, ഞാൻ പോകുക. മഴ നിങ്ങൾ ജലദോഷം പിടിച്ച് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കയറി വാ. എന്നാ ഇത് വെച്ച് തല ഓർത്തിക്കോ, അല്ലെങ്കിൽ തലയിലത്തെ വെള്ളം താന്ന് പനി പിടിക്കും. ഞാൻ കട്ടൻ ചായ എടുത്തിട്ട് തരട്ടെ? മഴയൊക്കെ അല്ലേ, തണുക്കുന്നുണ്ടായിരിക്കും. നീ പോയി എടുത്തിട്ട് വാ. ആദ്യം നീ ഡ്രസ്സ് പോയി മാറിക്കേ. അത് കുഴപ്പമില്ല, ദേവട്ടം പോയി കണ്ട് ഞാൻ ഡ്രസ്സ് മാറിക്കോളാം. നീ ഇപ്പം എന്തെന്നെ വിളിച്ചേ? അത് പറ ഭദ്ര, നിനക്കെന്നെ ഇഷ്ടമല്ലേ? എത്ര കാലം എവിടെയും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും പറഞ്ഞൂടെ എന്നോടുള്ളത്? എന്നെ ഇഷ്ടമാണോ നിനക്ക്? അത് അതെ, എനിക്കിഷ്ടമാണ് നിങ്ങളെ. എൻ്റെ ജീവനാണ് നിങ്ങൾ. പക്ഷെ എനിക്കതിൽ അർഹതയില്ല ദേവേട്ട. നിങ്ങൾ എവിടെ കിടക്കുക, ഞാൻ എവിടെ കിടക്കുക? ഞാനൊരു അനാഥയല്ലേ? അതുപോലല്ല ദേവേട്ടൻ. ദേവേട്ടന് കുടുംബവും അച്ഛൻ അമ്മയും പിന്നെ എല്ലാം ഉണ്ട് ദേവേട്ടന്. ഞാൻ ചേരത്തില്ല, വേണ്ടത്. ഓ, അതാണോ നിന്റെ പ്രശ്നം? അതിനിപ്പോൾ എന്താ? നീ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. നീ സ്നേഹിക്കുന്ന മുന്നേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അറിയാലോ സ്കൂളിൽ നടന്നതൊന്നും. അത് ഞാൻ ഇനി ഓർമ്മിപ്പിക്കണോ? അയ്യോ വേണ്ടായേ. നീ ഇത് ആലോചിച്ച് ഒന്നും പേടിക്കണ്ട കേട്ടല്ലോ. എന്തായാലും എന്നെ ഇത്രയും വർഷം നീട്ട് പുറകെ നടത്തിച്ചതല്ലേ? അല്ല, ഇത്രയും വർഷം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു പണിഷ്മെൻ്റ് ആയാലോ? ദേവേട്ട വേണ്ട, എന്നെ എടുത്തിട്ട് വരണ്ട, മാറുന്നില്ല. ഇനി പറഞ്ഞിട്ട് ഒന്നും നടക്കാൻ പോകുന്ന ഭദ്രകാളി, ഇങ്ങോട്ട് പാടി. ദേവേട്ട ഭദ്ര, പോട്ടേടി, ഞാൻ ചെന്നിട്ട് വിളിക്കാം. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ ഇനി നീയും
അമ്മ. വന്നു എൻ്റെ പുത്രൻ. ഇന്നലെ എവിടെയാന്നിടാ നീ? അത് പറയണ്ട, എനിക്കറിയാം, നിന്റെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. അതെ. കഴിക്കെടുക്കട്ടെ? അമ്മ എടുത്തോ. അമ്മ എന്താടാ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പറഞ്ഞു. അതമ്മ, എനിക്കൊരു ഇഷ്ടമുണ്ട്. ഇഷ്ടോ? എന്തിഷ്ടം? അതമ്മ, എനിക്കൊരു പെൺകൊച്ചിന് ഇഷ്ടമാണ്. ആരാടാ? ആരാ പെണ്ണ്? നമുക്കറിയാന്നാണോ? അമ്മ അറിയാന്ന. ആരാ? അത് ഭദ്ര. ഭദ്രയോ? ആഹാ, കൊള്ളാലോടെ ചെറുക്കാ നീ. എപ്പോ തുടങ്ങിയതാ ഇത്? അത് ഒരു ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാ. 10ാം ക്ലാസ് പഠിക്കുമ്പോഴോ? ഞെട്ടിയില്ലേ? അല്ല, അച്ഛനറിയാവോ? ഇല്ല, അമ്മയൊന്നെങ്കിലും പറയാവോ? ഞാനോ? അമ്മ പ്ലീസ്. ശരി, ഞാൻ പറയാം. താങ്ക്സ് അമ്മ. ഞാൻ ഫുഡ് എടുത്തോ? ഏട്ടാ. എന്താ ചിപ്പി? അത് നമ്മുടെ മോനൊരു ഇഷ്ടമുണ്ട്. ഇഷ്ടോ? എന്തിഷ്ടം? അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പെണ്ണോ? ഏത് പെണ്ണ്? മറ്റേ ഭദ്ര, ആ കൊച്ചിനെ. വെറുതെ അതിൻ്റെ ജീവിതം തുലയ്ക്കാനായിരിക്കും അവന് ദേഷ്യം. ഏട്ടാ, ഒന്ന് മിണ്ടാതിരി. ഞാൻ എന്തിനാടി മിണ്ടായിരിക്കുന്നേ? അവൻ കാണിച്ചിട്ടെന്ന് എന്താ ഇപ്പോൾ? പഠിക്കുന്ന സമയത്ത് പഠിച്ച് ജോലി വാങ്ങാൻ ഉള്ളതിന് അവിടെ എന്തോ കാണിച്ചു കൂട്ടുന്നത്. അവന് ജോലിയൊക്കെ ഉണ്ട്. റൗഡിയല്ലേ? ഗുണ്ട. നീ കൊള്ളാടി. എൻ്റെ ഏട്ടാ, നിങ്ങളെ എന്തരട്ടി പറയുന്നേ? അവൻ നിങ്ങൾ ചുമ്മാ പറ്റിക്കാണ്ട് പറഞ്ഞല്ലേ. അവൻ ഗുണ്ടയോ ഒന്നും അല്ല, അവനൊരു ഡോക്ടറാ. ഡോക്ടറോ? എവിടുത്തെ ഡോക്ടർ? എന്ത് ഡോക്ടർ? നമ്മുടെ ബാങ്കിലുള്ള സുഭദ്ര ചിറ്റിയില്ലേ, അവൻ്റെ വീട്ടിലായിരുന്നു അവൻ. അവരാദ്യം ചോദിച്ചു, എന്താ മോനെ ഇവിടേക്കെന്ന് ചോദിച്ചു. എന്നിട്ട് അവനെല്ലാം കാര്യം പറഞ്ഞു, ഇവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അവർ പറഞ്ഞതാ വീട്ടിൽ വിളിക്കട്ടെ. അവനാ പറഞ്ഞ വേണ്ടാന്നൊക്കെ, ആരോടൊന്നും പറയണ്ടെന്നൊക്കെ. സുഭദ്രയാണ് അവനെ പഠിപ്പിച്ചു തന്നെ. അത് ഏട്ടനറിയാവോ? ഇവിടുത്തെ നാട്ടുകാർ ഓരോ കണ്ടും പറഞ്ഞും അറിഞ്ഞിട്ടല്ലേ ഏട്ടൻ എന്തൊക്കെ അറിഞ്ഞത്? അല്ലെങ്കിൽ അറിയുമായിരുന്നു ഇവനിങ്ങനെയൊക്കെയാണെന്ന്? വേണ്ട ഏട്ടാ, വേണ്ട, ഒന്നും പറയണ്ട. ഏട്ടൻ അവനെ എപ്പോഴേലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും അവനെ കുറ്റപ്പെടുത്തുകയൊക്കെയല്ലേ. അതുകൊണ്ടാണ് അവനെ ഏട്ടൻ ഇഷ്ടമില്ലാത്തത്. നിനക്കൊക്കെ തോന്നും ഞാൻ അവനെ വഴക്ക് പറയും, ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷെ എൻ്റെ മനസ്സാരും കണ്ടിട്ടില്ല. എന്തിന്? നീയോ അവനെ പോലും കണ്ടില്ല. അവൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല. ഒരച്ഛൻ്റെ വേദന എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല ചിപ്പി. സ്വന്തം മകനെ നാട്ടുകാർ കുറ്റപ്പെടുത്തുക കാണുമ്പോൾ ഏതൊരച്ഛനാണെങ്കിലും വിഷമം വരും. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എപ്പോഴും ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോഴും അവനെ വഴക്ക് പറയുമ്പോഴൊക്കെ എനിക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞാനതൊക്കെ അവൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏട്ടാ, ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. വേണ്ട ചിപ്പി, പുറത്തുനിന്ന് നോക്കുന്നവർക്കൊക്കെ തോന്നും ഞാനൊരു എന്താ പറയുക വലിയ ദേഷ്യമുള്ളൊരു തന്തയാ എന്നൊക്കെ തോന്നും. അതങ്ങനെയാണ്. പോട്ടെ.